ഹലോ! എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ചാമ്പങ്ങ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വളർന്നു വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിങ്ക് കളറിലുള്ള ചാമ്പങ്ങ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായി വന്നപ്പോൾ പച്ച നിറത്തിലുള്ള ചാമ്പങ്ങ കേട്ടോ. ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ഞാനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. വൈറ്റ് കളർ, പിങ്ക് കളർ അങ്ങനെയൊക്കെ ഉണ്ടോ ചാമ്പങ്ങ ഇട്ടിട്ടുള്ളത്. ഈ പച്ച നിറത്തിലുള്ള ചാമ്പങ്ങ ഭയങ്കര റയറാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായി കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പൂവ് വെള്ള കളറാണ്. വെള്ള കളർ ഇങ്ങനെ തിരി പോലെയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചെറിയ കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഏത് പക്ഷിൻ്റെയെന്ന് അറിയില്ല. കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഇപ്പോഴും കേടുവരുത്തില്ല കേട്ടോ. ആ പക്ഷി വിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വിരിഞ്ഞ് പോയി. പക്ഷെ ഞങ്ങൾ ആ കിളിക്കൂട് കേടുവരുത്തേണ്ട. അത് തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ലേ മരം. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മരം വരുന്നത്. മരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് വലുതൊന്നുമില്ല കേട്ടോ. ഒരു ഇടത്തരം സൈസ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ആദ്യമായിട്ട് ഉണ്ടാവണം കേട്ടോ. ഇതുവരെ അറിയുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വർഷം സീസൺ ആകുമ്പോഴും അടുത്ത വീട്ടിലൊക്കെ ചാമ്പങ്ങ ഉണ്ട്. അപ്പോൾ ആ ഒരു സീസൺ ആകുമ്പോൾ ഞങ്ങൾ ഇതിലും ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് പൂ വന്നപ്പോൾ ഞങ്ങൾ ഈ വെള്ള കളർ പൂ വന്നപ്പോൾ വൈറ്റ് കളർ ചാമ്പങ്ങയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരി കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അത് ചെറുതായി ഉണ്ടായി തുടങ്ങിയപ്പോഴും ജസ്റ്റ് വൈറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലുതാവും തോറും അതിൻ്റെ കളർ ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ച നിറത്തിലാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ തൈ എന്ന് പറയും. തൈയല്ല മരമല്ല, ഒരു ഇടത്തരം സൈസ് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് കൈയും കൊണ്ടൊക്കെ എത്താൻ പറ്റും. ഇത് ഈ താഴത്തു കൂടെ കൊമ്പുകൾ വന്നിട്ട് അത് നമ്മുടെ മുഖത്തു കൂടെ ഇട്ട് വലിക്കട്ടോ. നമ്മൾ മുറ്റത്തിൻ്റെ സൈഡാണ് ഈ ഒരു മരം വരുന്നത്. അപ്പം മുഖത്തു കൂടെ ഇട്ട് വലിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തെ കൊമ്പുകൾ വെട്ടിവിട്ടതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരാൾ പൊക്കത്തിന് ഒരു വെട്ടി വിട്ടിട്ടുണ്ട്. ഇതുണ്ടോ ഇത്രയും വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ആണ് ഈ ഒരു കായൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല പുളിപ്പാണോ മധുരമാണോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഏറ്റവും വലുതായി നിൽക്കുന്ന ചാമ്പങ്ങ. എനിക്ക് മറ്റേ പറങ്കി മാങ്ങയില്ലേ അത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്തിരി ഹൈറ്റിൽ കുറച്ച് വലുതായിട്ടുള്ള ചാമ്പങ്ങ. അത് പറിച്ചിട്ടില്ല. അത് പറിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല പുളിയാണോന്നൊന്നും അറിയില്ല, എങ്ങനെ എന്തൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരു ചുവപ്പ് ചാമ്പങ്ങ ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലുതാവണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പച്ച കളറ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒപ്പം ഈ ഒരു പച്ച നിറത്തിലുള്ള ചാമ്പങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് എങ്ങനെ പരിപാലിക്കേണ്ടത്, എന്ത് വെള്ളമാണ് ഇട്ട് കൊടുക്കേണ്ടത്, എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ആകുമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്